ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. സ്കൂളുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ആദ്യം ഒന്ന് എടുത്ത് വെക്കണം. ഇന്ന് ഞാൻ ലഞ്ചിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടുന്നത് പിസ്സയാണ്, നഗറ്റ്സ് വെച്ചിട്ടുള്ള പിസ്സ. അപ്പോൾ നഗറ്റ്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിനുള്ള വെള്ളം കെറ്റിലേക്ക് എടുക്കുന്നതാണിത്. ഇന്ന് ഹസ്ബൻഡിന് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് മാത്രമുള്ളത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ സവാളയും തക്കാളിയും ക്യാപ്സിക്കവും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനൊരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് എല്ലാ ബ്രെഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് റെഡ് ചില്ലി സോസും ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ എണ്ണ ചൂടായപ്പോൾ ഞാൻ നഗറ്റ്സ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അതിന് സോസെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുട്ടികളുടെ ഇതിലേക്ക് വാട്ടർ ബോട്ടിലേക്ക് ഒഴിക്കുന്നതാണിത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സാദാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് എൻ്റെ നഗറ്റ്സ് ഫ്രൈ ആയിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ നഗറ്റ്സ് ഓരോന്നായി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതായതുകൊണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ടാണ് നഗറ്റ്സ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. അങ്ങനെ നഗറ്റ്സ് എല്ലാം ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. നഗറ്റ്സിന് പകരം നിങ്ങൾക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാൻ പിന്നെ നഗറ്റ്സ് ഉള്ളതുകൊണ്ട് അതാണ് ചെയ്തത്. അപ്പം എല്ലാം മൊസറല്ല ചീസൊക്കെ ഇട്ട് ഇനി ബ്രെഡ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓവണ് ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് മതിയാവും. ജസ്റ്റ് ആ ചീസൊക്കെ ഒന്ന് മെൽട്ടാകുന്നത് വരെ അത്രമാത്രം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പാലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾക്കുള്ള ചായക്കുള്ള പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഞാനിവിടെ ബൂസ്റ്റാണ് കൊടുക്കുന്നത്. അവർ രാവിലെ ഒന്നും കഴിക്കില്ല. ഇതുപോലെ ഒരു അര ഗ്ലാസ് ബൂസ്റ്റോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് ചായ അത് മാത്രമേ കുടിക്കൂ, വേറൊന്നും കഴിക്കില്ല. അപ്പോൾ ഇനി ഇത് കുട്ടികളുടെ ലഞ്ചൊന്ന് പാക്ക് ചെയ്യുക. അപ്പം ഞാൻ ഫ്രൂട്ട് ബ്രേക്കിന് സ്ട്രോബെറിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ സമയം എൻ്റെ പിസ്സ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സ്ട്രോബെറി ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പിസ്സ ആയിട്ട് ഞാൻ ഓവനിൽ നിന്ന് അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാമെന്ന് കരുതി.
അങ്ങനെ ഇതാ 2 പേരുടെയും ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് കിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ബാക്കിയുള്ള പിസ്സനെ നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം. ഈ സമയം കുട്ടികൾ എഴുന്നേറ്റിട്ട് ബ്രഷ് ചെയ്യലും കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള ഇത് റെഡിയാക്കി കൊടുക്കാൻ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് താഴെ പോയി. നല്ല ഇരുട്ട് തന്നെയാണുള്ളത്. അങ്ങനെ ബസ് വന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോയി. ഞാൻ പിന്നെ തിരിച്ച് കയറി. അപ്പോൾ ഇനി കുട്ടികളുടെ ബെഡൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഈ സമയം ഹസ്ബൻഡ് എഴുന്നേറ്റിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനുള്ള ചായയും പിസയും അവിടെ റെഡിയാക്കി. അങ്ങനെ ഹസ്ബൻഡ് ചായയുടെയൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ അവിടെ കഴുകാൻ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അങ്ങനെ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ രാത്രിയിലേക്കുള്ള കറിക്കുള്ള ബീഫ് വെള്ളത്തിലിട്ടു. കക്ക റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള അരിയും കുതിർത്തി. പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു വീഡിയോ എടുത്തത്. ഞാൻ കുറച്ച് കിടന്ന് എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണികളൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണിത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി. അപ്പോൾ സ്റ്റാൻഡിലുള്ള തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് തന്നെ മടക്കി വെച്ചു. ഞാൻ ഇങ്ങനെ ഈ സ്റ്റാൻഡിൻ്റെ മേലെ നിന്ന് വെച്ചിട്ട് തന്നെയാണ് വേഗം മടക്കിയെടുക്കുക. അല്ലാതെ എല്ലാ തുണിയും എടുത്തിട്ട് ബെഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് നല്ല മടിയാവും. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഞാൻ രാവിലെ ബീഫ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഇനി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ ബീഫൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബീഫ് കറിയിലേക്കുള്ള സവാളയും ഒക്കെ അരിഞ്ഞെടുക്കുന്നതാണ്. ഞാൻ ബീഫ് കറിയൊന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല, കാരണം ഞാൻ മുൻപ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കക്കറോട്ടിൻ്റെതൊക്കെ ഞാൻ മുൻപേ റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ബീഫ് കറി പെട്ടെന്ന് തന്നെ അടുപ്പിലേക്കാക്കി. ഇനി നാളെ ബ്രേക്ക്ഫാസ്റ്റിനേക്കുള്ള അപ്പത്തിനുള്ള അരി കുതിർത്തി വെക്കണം. അപ്പോൾ അതും അവിടെ ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കക്കറോട്ടിൻ്റെ അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അതിലേക്ക് ആവശ്യമായ തേങ്ങ, ജീരകം, സവാളയൊക്കെ ചേർത്ത് അതും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കക്കറോട്ടി ആക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പിറ്റേന്ന് നെയ്പ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരിയും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയത്ത് എൻ്റെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ട് തുണികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ആറിയിടട്ടെ. അതെല്ലാം ആറിയിട്ട് ഇനി എനിക്കൊന്ന് അടിച്ചു വാരിയിട്ട്
അവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഇന്ന് അടിച്ചു വാരലും ഫ്ലോർ തുടക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്ത് തീർക്കുന്നതാണിത്. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്ലോറൊക്കെ തുടക്കാൻ നിന്നു. അതൊക്കെ കഴിഞ്ഞു, കുളിച്ചു. അപ്പോഴേക്കും മോന് സ്കൂൾ വിട്ട് വരുന്ന സമയമായി. അവന് താഴെ നിന്ന് കൂട്ടാൻ വേണ്ടി പോയി. അതൊക്കെ കഴിഞ്ഞ് അവന് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴേക്ക് ഞാൻ നിസ്കരിച്ചു. അപ്പോൾ ചോറിൻ്റെ തലേന്നത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ഓംലെറ്റ് ഉണ്ടാക്കാം. അങ്ങനെ അത് ഉണ്ടാക്കി ഞാനും മോനും കൂടെ ചോറ് കഴിക്കാൻ നിന്നു. മോള് ഈവനിങ് ആകുമ്പോഴാണ് വരിക. അങ്ങനെ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും പാത്രം കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കക്കറോട്ടി ഒന്ന് ഉരുട്ടാന്ന് കരുതി. ഞാൻ കക്കറോട്ടീൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തെന്ന് പറഞ്ഞില്ല, അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ കക്കറോട്ടിയൊക്കെ നല്ലപോലെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കണ്ടില്ല, അത് ഞാൻ ഇനി ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാം. കക്കറോട്ടി അടുപ്പത്താക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പാലിന് ഗ്രോസറിയിൽ വിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മോള് വന്നിട്ടുണ്ടായിരുന്നു. മോള് വന്ന് അവൾ കുളിച്ച് ഫ്രഷായി മദ്രസൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് മോന് മദ്രസ ഉണ്ടായിരുന്നു. പിന്നെ മഗ്രിബായപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കക്കറോട്ടി മിക്സ് നിന്നു. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിനുള്ള ചായയും കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.